ഭൂമിയുടെ എല്ലാ അറുതികൾക്കും ദൂരത്തുള്ള സമുദ്രത്തിനും ആശ്രയമായിരിക്കുന്ന ഞങ്ങളുടെ രക്ഷയാം ദൈവമേ, നീ ഭയങ്കര കാര്യങ്ങളാൽ നീതിയോടെ ഞങ്ങൾക്ക് ഉത്തരമരുളുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി വരും. നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാകയാൽ പ്രാർത്ഥനയുടെ മറുപടി വരും. ദൈവത്തിൻ്റെ മറുപടി നീതിയുള്ള മറുപടിയായിരിക്കും. യഹോവ നേരുള്ളവൻ, അവൻ എൻ്റെ പാറ, അവനിൽ നീതികേടില്ല എന്ന് കാണിക്കേണ്ടതിന് തന്നെ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെടുത്തും. ആ മറുപടി നീതിയുള്ളതായിരിക്കും. എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന, യാചിക്കുന്ന, അപേക്ഷിക്കുന്ന നിങ്ങൾ ലജ്ജിക്കപ്പെടുവാൻ ദൈവം സമ്മതിക്കത്തില്ല. പ്രാർത്ഥനയുടെ മറുപടി വരും. ആ മറുപടി എങ്ങനെ ആയിരിക്കുമെന്നാണ് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത്. ഭൂമിയുടെ എല്ലാ അറുതികൾക്കും ദൂരത്തുള്ള സമുദ്രത്തിനും ആശ്രയമായിരിക്കുന്ന രക്ഷയാം ദൈവമേ. പ്രിയപ്പെട്ടവരെ, യഹോവ നമ്മുടെ ദൈവമാകുന്നു. യഹോവ ഏകൻ തന്നെ. നമ്മുടെ ദൈവം ഏക സത്യ ദൈവമാണ്. ഏക സത്യ ദൈവമായ യഹോവയായ നിന്നെയും നീ അയച്ചിരിക്കുന്ന നിന്റെ പുത്രനായ യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം ഈ ഭൂമിയിലെ സകല മനുഷ്യരുടെ സങ്കേതമാണ്, സകല മനുഷ്യരുടെ ആശ്രയമാണ്. ഭൂമിയുടെ എല്ലാ അറുതികൾക്കും ദൂരത്തുള്ള സമുദ്രത്തിനും ആശ്രയമായിരിക്കുന്ന ഞങ്ങളുടെ രക്ഷയാം ദൈവമേ, നീ ഭയങ്കര കാര്യങ്ങളാൽ നീതിയോടെ ഞങ്ങൾക്ക് ഉത്തരമരുളുന്നു. പ്രാർത്ഥിക്കുന്നവൻ അറിഞ്ഞുകൊള്ളണം, പ്രാർത്ഥനയുടെ മറുപടി ഭയങ്കരമായിരിക്കും. അവൻ ഭയങ്കര കാര്യങ്ങളാൽ നീതിയോടെ ഉത്തരമരുളുന്ന ദൈവമാണ്. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന യഹൂദ ബാലന്മാർ നെബൂഖദ്നേസർ പടുത്തുയർത്തിയ ബിംബത്തെ എല്ലാവരും വീണ് നമസ്കരിക്കണമെന്നുള്ള രാജകൽപ്പന കേട്ടിട്ടും അവർ ബിംബത്തെ നമസ്കരിക്കാതെ ഏക സത്യദൈവമായ യഹോവയെ മാത്രം കുമ്പിടുവാൻ ആഗ്രഹിച്ചപ്പോൾ രാജാവ് പറഞ്ഞു, നിങ്ങളെ ഞാൻ എരിയുന്ന തീച്ചൂളയിലിട്ട് കളയും. അവർ രാജാവിനോട് എന്ത് പറഞ്ഞെന്നോ, രാജാവേ, നെബൂഖദ്നേസർ രാജാവേ, ഞങ്ങളുടെ ദൈവം ഏകനാണ്, ഞങ്ങളുടെ ദൈവം സത്യദൈവമാണ്. ഞങ്ങൾ നിന്റെ ബിംബത്തെ നമസ്കരിക്കത്തില്ല. ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഈ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല. അവർക്കൊരു വലിയ പ്രതീക്ഷയുണ്ട്. ദൈവം വിടുവിക്കുന്നവനാണ്. അതെ, ദൈവത്തെ ആശ്രയിക്കുന്ന ഓരോ ദൈവ പൈതലിനും ആ പ്രതീക്ഷയുണ്ട്. ദൈവം എന്നെ അറിയുന്നവനാണ്, എന്നെ സഹായിക്കുന്നവനാണ്, എന്നെ വിടുവിക്കുന്നവനാണ്. ആ പ്രതീക്ഷയും അവർക്ക് ആ രാജകൽപ്പന ശക്തമായിരിക്കുമ്പോഴും ഉണ്ടായിരുന്നു. എന്നാൽ അടുത്തത് അവരുടെ നിലപാടാണ്. ദൈവം വിടുവിക്കുന്നവനാണ്, എന്നാൽ അവൻ വിടുവിച്ചാലും ഇല്ലെങ്കിലും ദൈവം ഞങ്ങൾക്ക് നൽകിയ വചനം വിട്ട് ഞങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ മാറുകയില്ല. അവരങ്ങനെ വചനത്തിനു വേണ്ടി ഉറച്ചു നിൽക്കുമ്പോൾ, വചനത്തിൽ അവർ ആശ്രയിക്കുമ്പോൾ
അവർക്കു വേണ്ടി വെളിപ്പെട്ട മറുപടി ഭയങ്കരമായിരുന്നു. എരിയുന്ന തീച്ചൂളയുടെ നടുവിൽ നാലാമനായി ഇറങ്ങി വന്ന് തീയുടെ ബലം കെടുത്തിക്കൊണ്ടുള്ള മറുപടി അത് ഭയങ്കരമായിരുന്നു. ദാനിയേലിനെ സിംഹത്തിൻ്റെ ഗുഹയിൽ ഇട്ടുകളയും എന്നുള്ള രാജകൽപ്പന കർശനമായപ്പോൾ ദാനിയേൽ ദൈവത്തോട് പതിവ് പോലെ പ്രാർത്ഥിച്ചു, സ്തോത്രം ചെയ്തു. ആ സമയത്ത് മുറിയിൽ ദൈവം ഇറങ്ങി വന്നെന്ന്, ദൂതൻ ഇറങ്ങി വന്നെന്നൊന്നും ചരിത്രം പറയുന്നില്ല. അവനെ സിംഹത്തിൻ്റെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു. അവൻ്റെ പ്രാർത്ഥനയുടെ മറുപടി ഭയങ്കരമായിരുന്നു. ദൈവം തൻ്റെ ദൂതനെ അയച്ച് സിംഹത്തിൻ്റെ വായ അടപ്പിച്ചു കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിന്മേൽ ഒരു ശബ്ദമല്ല, ഒരു പ്രവൃത്തിയാണ് വെളിപ്പെടാൻ പോകുന്നത്. മർക്കോസിൻ്റെ മാളിക മുറിയിൽ കാത്തിരിക്കുന്ന ശിഷ്യന്മാർക്കു വേണ്ടി വെളിപ്പെട്ട മറുപടി ഒരു കൊടിയ കാറ്റായിരുന്നു. പ്രാർത്ഥനയുടെ മറുപടി ഭയങ്കരമായിരിക്കും. വിശ്വസിക്കുക, അവൻ ഭയങ്കര കാര്യങ്ങളാൽ നീതിയോടെ ഉത്തരമരുളുന്ന ദൈവം. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.